ഇതുവരെ ഒരു പാർട്ടി നേതാക്കളും പാർട്ടികളും മുന്നണികളും ചെയ്യാത്തൊരു കാര്യം നടക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ളതിനുള്ള ഉത്തരം കൃത്യമായി അവർ പറയേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണം, ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിയുടെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും ഇത്തരം ആരോപണങ്ങളുടെ അടുത്തൂടെയെങ്കിലും പോകാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഭയക്കും, നല്ലപോലെ പേടിക്കും. കാരണം പോകാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വളരെ കഷ്ടപ്പെട്ട് നേടിയ ഒരുപാട് പദവികളാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചനും മച്ചമ്പിയും കളിച്ച് കാര്യങ്ങൾ ഒതുക്കുകയായിരുന്നു പതിവ്. അതുണ്ടാവില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വെച്ച അജണ്ടയിലേക്ക് കാര്യങ്ങളെത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മിക്കവാറും നാളെ രാജിവെക്കുന്നതോടുകൂടി കേരളത്തിൽ പുതിയൊരു നോർമൽ വരികയാണ്. സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നാൽ ആ നിമിഷം അയാൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു വഴക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും. വളരെ വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുമ്പ് ചെയ്ത തെറ്റ്, പാർട്ടിക്ക് പരാതി കിട്ടിയാൽ അത് പാർട്ടി തീരുമാനിച്ചോളും. പാർട്ടിക്ക് പരാതി കിട്ടിയാൽ പിതൃതുല്യമായ വാത്സല്യത്തോടു കൂടി അത് ഞങ്ങൾ തീർത്തോളാം. പിന്നെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാൾക്ക് വേറെ എന്തെങ്കിലും പദവി കിട്ടിയാൽ അത് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതോടുകൂടി അവസാനിക്കുവാനാണ് സാധ്യത. അങ്ങനെ അവസാനിക്കട്ടെ.